ഇതും നമ്പി നാരായണനോട് ഭരണകൂടം ചെയ്തതിന് സമാനമായ ചതിയാണ്. പ്രൊഫസർ ആനന്ദ് വിശ്വനാഥിനോടും സമൂഹവും ഭരണകൂടവും മാപ്പു പറയേണ്ടതാണ്. നമ്പി നാരായണനെ ചേർത്ത് പിടിച്ചതിന്റെ അതേ വികാരത്തിൽ ഈ അധ്യാപകനെയും ചേർത്ത് പിടിക്കണം. അത്ര വലിയ ക്രൂരതയാണ് SFIക്കാരായ വ്യാജ പരാതിക്കാർ ചെയ്തത്. ISRO ചാരക്കേസിൽ നമ്പി നാരായണൻ അനുഭവിച്ച അതേ വികാരം മൂന്നാറിലെ ഈ അധ്യാപകനും അനുഭവിച്ചു തീർത്തുവെന്നതാണ് വസ്തുത. കോപ്പിയടി പിടിച്ചതിന്റെ പക തീർക്കാൻ SFI പ്രവർത്തകരായ വിദ്യാർത്ഥിനികൾ വ്യാജ പീഡന കേസിൽ കുടുക്കുകയായിരുന്നു. അതിന് കൂട്ടുനിന്നത് CPM-ഉം. മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗം മേധാവിയായിരുന്ന പ്രൊഫസർ ആനന്ദ് വിശ്വനാഥൻ ഇന്ന് ആശ്വാസത്തിലാണ്. നീതിദേവത ഒടുവിൽ കനിഞ്ഞിരിക്കുന്നു. പ്രൊഫസർ പരീക്ഷാ ഹാളിൽ വെച്ച് തങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നും കോപ്പിയടി കേസിൽ കുടുക്കുമെന്നും ഇന്റേണൽ മാർക്ക് നൽകില്ലെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതി. വിദ്യാർത്ഥിനികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അധ്യാപകനെതിരെ 4 കേസുകളാണ് മൂന്നാർ പോലീസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് ലൈംഗിക പീഡന കുറ്റം ആരോപിച്ച് ദേവികുളം മജിസ്ട്രേറ്റ് കോടതിയിൽ 4 കുറ്റപത്രങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. ഇതിൽ 2 കേസിൽ ആനന്ദ് വിശ്വനാഥിനെ കോടതി വെറുതെ വിട്ടു. എന്നാൽ മറ്റ് 2 കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി 3 വർഷം തടവും 5000 രൂപ പിഴയും വിധിച്ചു. കോടതി വിധിക്കെതിരെ ആനന്ദ് വിശ്വനാഥൻ 2021 തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകി. തുടർന്ന് കേസിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് നിരീക്ഷിച്ച കോടതി ആനന്ദിനെ കുറ്റവിമുക്തനാക്കുകയായിരുന്നു. ആ ചതിക്കഥ പ്രൊഫസർ പറയുകയാണ്. എനിക്ക് കുടുംബമില്ലേ, എനിക്ക് മക്കളില്ലേ, കുടുംബത്തോടൊപ്പം സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെ ഒരു പരാതി ഉയർന്നാൽ ആളുകൾ നമ്മളെ എങ്ങനെ കാണും? 11 കൊല്ലമായി ഈ കേസിന്റെ പിന്നാലെ നടക്കുന്നു. ഇതാണ് പ്രൊഫസർ ആനന്ദ് വിശ്വനാഥിന് ചോദിക്കാനുള്ളത്. ഒരു അധ്യാപകനും സംഭവിക്കാത്തതാണ് തന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗം മേധാവിയായിരുന്ന പ്രൊഫസർ ആനന്ദ് വിശ്വനാഥൻ പറയുന്നു. ഒരുപാട് അധ്യാപകർ എന്നെപ്പോലെ വ്യാജ കേസുകളിൽ കുടുങ്ങിയിട്ടുണ്ട്. അവർക്കൊക്കെ ഈ വിധി വഴിത്തിരിവാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മേലാൽ ഇത്തരമൊന്ന് കേരളത്തിൽ സംഭവിക്കരുത്. വിധി വന്ന ശേഷം പരാതിക്കാരോ അന്നത്തെ സഹപ്രവർത്തകരോ പ്രിൻസിപ്പളോ ആരും തന്നെ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല, അദ്ദേഹം പറഞ്ഞു. പരീക്ഷാ ഹാളിൽ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചുവെന്നാരോപിച്ച് വിദ്യാർത്ഥിനികൾ നൽകിയ കേസിലാണ് 1 പതിറ്റാണ്ടിന് ശേഷം തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയത്. രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ച കേസാണിതെന്ന് കോടതി നിരീക്ഷിച്ചു. പോലീസിനെതിരെയും വിമർശനമുണ്ടായി. 2014 കേസിനാസ്പദമായ സംഭവം. സെപ്റ്റംബർ 5 കോളേജിൽ നടന്ന MA എക്കണോമിക്സ് 2ാം സെമസ്റ്റർ പരീക്ഷയിൽ കോപ്പിയടിച്ച 5 വിദ്യാർത്ഥിനികളെ അഡീഷണൽ ചീഫ് എക്സാമിനർ കൂടിയായ ആനന്ദ് വിശ്വനാഥൻ പിടികൂടി. പിന്നാലെ സംഭവം സർവകലാശാലയ്ക്ക് റിപ്പോർട്ട് ചെയ്യാൻ പരീക്ഷാ നിരീക്ഷകനെ ചുമതലപ്പെടുത്തി. എന്നാൽ പരീക്ഷാ നിരീക്ഷകൻ നിർദ്ദേശം അനുസരിച്ചില്ല. ഇതിന്റെ പകയിൽ അധ്യാപകനെതിരെ പരാതി കൊടുത്തു. പിന്നീട് 16-ാം തീയതിയാണ് എനിക്കെതിരെ പരാതി ഉണ്ടെന്ന് അറിയുന്നത്. പരാതി എഴുതിയത് മൂന്നാറിലെ CPM ഓഫീസിൽ വെച്ചാണെന്ന് കുട്ടികൾ തന്നെ കോടതിയിൽ മൊഴി നൽകി. സർവകലാശാല നിയോഗിച്ച 2 സിൻഡിക്കേറ്റ് അംഗങ്ങൾ തുടങ്ങിയ അന്വേഷണ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തിയിരുന്നു. പ്രിൻസിപ്പലിന്റെയും പരീക്ഷാ നിരീക്ഷകന്റെയും വീഴ്ചയും ഇവരുടെ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിരുന്നു. പീഡനക്കേസിൽ കുടുക്കി പക വീട്ടാനാണ് കുട്ടികൾ ശ്രമിച്ചതെന്നും ഇതിന് പ്രിൻസിപ്പൽ കൂട്ടുനിന്നതായും രാഷ്ട്രീയ ഗൂഢാലോചന നടന്നതായും കോടതി നിരീക്ഷിച്ചു. SFI സജീവ പ്രവർത്തകരായിരുന്നു പരാതിക്കാരായ 5 വിദ്യാർത്ഥിനികളും. അന്നത്തെ MLA-യും CPM നേതാവുമായ S രാജേന്ദ്രൻ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് സംശയിക്കുന്നത്. SFI ഇതിന് രാഷ്ട്രീയമായി മുന്നിട്ടിറങ്ങിയതിനാൽ അവർ മാപ്പ് പറയുമെന്ന പ്രതീക്ഷയൊന്നും ഇല്ല. ഞാനൊരു അധ്യാപകനാണ്. ഇനിയൊരു അധ്യാപകനും ഇത് സംഭവിക്കരുത്. മേലാൽ കേരളത്തിൽ ഇത്തരം ഒരു സംഭവം നടക്കരുത്, പ്രൊഫസർ ആനന്ദ് വിശ്വനാഥൻ പറഞ്ഞു. വിദ്യാർത്ഥിനികൾ SFI പ്രവർത്തകരായിരുന്നതിനാലാണ് ഇടത് അനുകൂല അധ്യാപക സംഘടനയുടെ ഭാരവാഹിയായ പരീക്ഷാ നിരീക്ഷകൻ സംഭവം റിപ്പോർട്ട് ചെയ്യാതിരുന്നതെന്ന് ആരോപണം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെ പീഡനാരോപണം ഉന്നയിച്ച 5 വിദ്യാർത്ഥിനികൾ വിദ്യാഭ്യാസ മന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി നൽകുകയും ചെയ്തിരുന്നു.